ട്രഡീഷണൽ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ശംഖുപുഷ്പം, കുറ്റി, തുമ്പ എല്ലാം ഞങ്ങൾ വേണ്ട പൂക്കളെല്ലാം കുട്ടികൾ കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് അതെല്ലാം ഇറുത്ത് തന്നു. അതിനുശേഷം പോയി എന്റെ ദൈവമേ, കാടായ കാട് ചെത്തിയും മന്ദാരവും വിടർന്നു നിൽക്കുന്നു. നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നത് കൊണ്ടാണ് പലപ്പോഴും ലൈവായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് അടുത്തൊരു 10 ദിവസം ആ എനർജി എനിക്ക് കിട്ടത്തില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ വീട്ടുകാരൊക്കെ ആയിട്ട് ഓണം ആഘോഷിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം. അത്തപ്പൂക്കള മത്സരത്തിൽ വിജയികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മുടെ മിഡിൽ സ്കൂളിന്റെ അത്തപ്പൂക്കളമാണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ അത്തപ്പൂക്കളം ഒരുക്കിയത്? ടീച്ചേഴ്സ് എല്ലാവരും ചേർന്ന് പൂക്കളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് 1 മണിക്കൂർ ടൈമാണ് തന്നേക്കുന്നത്. ആ 1 മണിക്കൂർ ടൈമിൽ തന്നെ ഞങ്ങൾ പൂക്കളെല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഞങ്ങളുടെ പൂക്കളം പ്രത്യേക പൂക്കളമാണ്. എല്ലാ ക്രൈറ്റീരിയയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ ട്രഡീഷണൽ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ശംഖുപുഷ്പം, കുറ്റി, തുമ്പ എല്ലാം ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ട്രഡീഷണൽ ഫ്ലവേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമ്മള് ഹൈസ്കൂളിന്റെ അത്തപ്പൂക്കളാണ് ഈ കാണുന്നത്. ഓക്കെ ടീച്ചേഴ്സ്, നിങ്ങൾ ഇത് എങ്ങനെയാണ് ഒരുക്കിയത് അത്തപ്പൂക്കളം? വേണ്ട പൂക്കളെല്ലാം കുട്ടികൾ കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് അതെല്ലാം ഇറുത്ത് തന്നു. അതിനുശേഷം ഇന്നലെ കളം വരച്ചു. ഇന്ന് രാവിലെ ടൈം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ തന്നെയാണ് പൂക്കളം ഇട്ടത്. കുട്ടികളാണ്. അപ്പൊ ഹൈസ്കൂളിലെ കുട്ടികളുടെ വകയാണ് ഈ പൂക്കളം. അപ്പൊ നിങ്ങൾക്ക് പ്രൈസ് കിട്ടുമെന്ന് കോൺഫിഡൻസ് ഉണ്ടോ? കിട്ടും അല്ലേ? മിസ് പറയുന്നത് അറിയത്തില്ലെന്നാണ് കേട്ടോ, പക്ഷെ കിട്ടും. ഓൾ ദ ബെസ്റ്റ്. കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഇവിടെ ഒരു നിറഞ്ഞ സദസ്സിനെ തന്നെയാണ് കാണുന്നത്. ടീച്ചേഴ്സ് എല്ലാം നല്ല അണിഞ്ഞൊരുങ്ങി ഇരിപ്പുണ്ട്. അത്തപ്പൂക്കള കോമ്പറ്റീഷന് വേണ്ടി റിസൾട്ട് അറിയാൻ വേണ്ടി ഇരിക്കുകയാണ് എല്ലാവരും. ഓക്കെ, സോ പ്രൈമറിയുടെ അത്തപ്പൂക്കളാണ് ഈ കാണുന്നത്. അപ്പോൾ ടീച്ചേഴ്സ്, നിങ്ങൾ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തത് പറയാവോ? ഞങ്ങൾ ഒരുപാട് നാളത്തെ ഒരു
ഡിസ്കഷൻ ആയിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തിരുന്നു. അപ്പോൾ അതിലൂടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരുടെയും ഓരോ സജഷനും ഞങ്ങൾ വിലപ്പെട്ടതായിട്ട് എടുത്തിട്ട് അതിനനുസരിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. അതിന്റെ റിസൾട്ടാണ് ഇത്. എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾക്ക് പ്രൈസ് കിട്ടുമെന്ന്? കിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും ഇവർക്ക് പ്രൈസ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പം പറയും എല്ലാം ഉണ്ട്, ഓണത്തപ്പനും ഒക്കെ ഉണ്ട് ഇവരുടെ അത്തപ്പൂക്കളത്തിൽ. ഓക്കെ, എല്ലാത്തരം പൂക്കളും ഉണ്ടല്ലേ? ഏതൊക്കെ പൂക്കളാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവരും പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം റിസൾട്ട്. ഞങ്ങൾ ഇന്നലെ ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി കാട്ടിൽ പോയി പിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാട്ടിൽ വരെ പോയി? എന്റെ ദൈവമേ, കാടായ കാട് മൊത്തം നടന്നാണ് നിങ്ങളുടെ പൂക്കളൊക്കെ. ഓ, നാടൻ പൂക്കൾ. പൂ കട്ടെടുക്കുന്ന പറയുന്നേ ഇവര്. ഓക്കെ, കറക്റ്റായിട്ട് എല്ലാ ക്രൈറ്റീരിയയും ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ആർക്ക് പ്രൈസ് കിട്ടും. ഓക്കെ, ഞങ്ങൾക്ക് അവർ തന്ന കറക്റ്റ് അളവിലുള്ള പൂക്കൾ ഇട്ടേക്കുന്നത്. ബാക്കിയുള്ള പൂക്കൾ അളന്ന് നോക്കണം ഇവിടെ. ഓക്കെ, ഒരു അപ്പീല് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ കാര്യം കൃത്യമായ അളവുകൾ ഇവർ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ടീച്ചേഴ്സ്. സോ നമ്മൾ പ്രൈമറി സെഷൻ്റെ തന്നെ അടുത്തൊരു അത്തപ്പൂക്കളാണിത്. അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം അത്തപ്പൂട്ടതിന് ശേഷം താഴെ പ്രോഗ്രാം കാണാൻ പോയിരിക്കുകയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരും ട്രഡീഷണൽ ഫ്ലവേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കിട്ടുമെന്ന് കോൺഫിഡൻസ് ഉണ്ടോ? ഓക്കെ, സോ ദേ ആർ ഓൾസോ ടെല്ലിംഗ് ദേ വിൽ ഗെറ്റ് പ്രൈസ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ടീച്ചേഴ്സ്. ബൈ. എല്ലാവരും നിറഞ്ഞൊരു കൈയടികൾ കൊടുക്കുന്നതാണ്. കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം കേട്ടോ. വെറുതെ പൂക്കൾ അലങ്കരിക്കുകയല്ല അത്തപ്പൂക്കളം എന്ന് പറയുന്നത്. അതിനൊരു കണക്കുണ്ട്, അതിനൊരു എന്താ പറയുക, കളങ്ങളുടെ എണ്ണമുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചവർക്കാണ് സമ്മാനം കൊടുക്കുന്നത്. 1 to 4.
ഫസ്റ്റ് യെസ്. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം കാന്താ. 5 and 6. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടുത്ത നമ്മൾ കുറച്ചുകൂടി ഉഷാറായിട്ട് തിരിയിലേക്കൊന്നു കാണണം കാന്താ, തിരിയിലേക്കൊന്നു കൊട്ടണം കാന്താ, കാന്താ.